ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ്. ദ വില്ലേജ് ഓഫ് ബേഡ്സ്. പക്ഷികളുടെ ഗ്രാമം. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, പക്ഷികളുടെ ഗ്രാമം എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ദ വില്ലേജ് ഓഫ്. ഇനി നമുക്ക് യൂണിറ്റിലോട്ട് വരാം. ഹരിതഗിരി. ഈ ഗ്രാമത്തിൻ്റെ പേരാണ് ഹരിതഗിരി. ഏതൊരു വില്ലേജിനും അതിൻ്റേതായ ഒരു നെയിം ഉണ്ടാവും. ഏതൊരു ഗ്രാമത്തിൻ്റെയും അതിൻ്റേതായ ഒരു പേരുണ്ടാവും അല്ലേ. ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ പേരാണ് ഹരിതഗിരി. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഹരിതഗിരി വളരെ മനോഹരമായ ഒരു വില്ലേജാണ്. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ഈ വില്ലേജിലൂടെ എ റിവർ ഫ്ലോസ്, ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇറ്റ്സ് ദ റിവർ ഓഫ് ഹരിതഗിരി. ആ പുഴ ഹരിതഗിരിയുടെ സ്വന്തം പുഴയാണ്. ദർ ആർ ടോൾ ട്രീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ റിവർ. പുഴയുടെ രണ്ട് സൈഡിലും, ബോത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ടോൾ ട്രീസ്, അതായത് ട്രീസ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ, ടോൾ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ മരങ്ങൾ പുഴയുടെ രണ്ട് സൈഡിലും ഉണ്ട്. ടുവേർഡ്സ് സമ്മർ. സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. വേനൽക്കാലമാകുമ്പോൾ ദ ട്രീസ് ബെയർ കളർഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ മരത്തിൽ ഉണ്ടാകുന്നു. ബെയറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം മരത്തിൽ ഉണ്ടാകുന്നു. എന്താണ് മരത്തിൽ ഉണ്ടാകുന്നത്? കളർഫുൾ ഫ്ലവേഴ്സ്, അതായത് വർണ്ണാഭമായ പൂക്കൾ. The wind carries the fragrance of flowers across the village. The wind carries. wind എന്ന് പറഞ്ഞാൽ കാറ്റ്. carries വഹിക്കുന്നു, കൊണ്ടുപോകുന്നു. fragrance എന്ന് പറഞ്ഞാൽ സുഗന്ധം. ഓഫ് ഫ്ലവേഴ്സ് അതായത് പൂക്കള സുഗന്ധം. അക്രോസ് ദ വില്ലേജ്, ആ വില്ലേജിലാകെ, ആ ഗ്രാമത്തിലാകെ കാറ്റ് സുഗന്ധം കൊണ്ടുപോകും. എവരി സമ്മർ, എല്ലാ വേനൽക്കാലത്തും. ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ. ഹരിതഗിരിയിലെ ജനങ്ങൾ, പീപ്പിൾ ജനങ്ങൾ, സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ, ഒരു സെലിബ്രേറ്റ് ആഘോഷിക്കും, ഒരു ഉത്സവം പോലെ ആഘോഷിക്കും. എ ഫെസ്റ്റിവൽ ഓഫ് ബേഡ്സുകളുടെ ഒരു ഉത്സവമായിരുന്നു നടത്തിയിരുന്നു. ലോട്ട്സ് ഓഫ് ബേഡ്സ് വിസിറ്റ് ദ വില്ലേജ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ഈ സമ്മർ കാലത്ത് നടത്തുന്ന ഈ ഫെസ്റ്റിവലിൽ ഒരുപാട് ബേഡ്സുകൾ വില്ലേജിൽ വന്ന് വിസിറ്റ് ചെയ്യും. എവരി ഇയർ ദ വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേഡ്സ് ടു കം. എവറി ഇയർ ദ വില്ലേജേഴ്സ്, അതായത് വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആളുകൾ, വെയിറ്റ് ഫോർ ദ ബേഡ്സ്, അതായത് പക്ഷികൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യും. വൈ ഡു വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേഡ്സ്? എന്തുകൊണ്ടായിരിക്കും വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേഡ്സ്, പക്ഷികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ദി പീപ്പിൾ ഓഫ് ഹരിതഗിരി ട്രീറ്റ് ബേഡ്സ് ആസ് ദർ ഗസ്റ്റ്. അതായത് ഹരിതഗിരിയിലെ ജനങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, പെരുമാറുന്നത്, ബേഡ്സിനോട് പെരുമാറുന്നത് അവരുടെ ഗസ്റ്റായിട്ടാണ്, അതിഥികളായിട്ടാണ് അവരോട് When the birds arrive, the festival begins. പക്ഷികൾ വരുമ്പോൾ ഈ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നു. The people keep the village free from loud sounds. അതായത് പക്ഷികളൊന്നും വരുമ്പോൾ ഈ വില്ലേജിൽ ലൗഡ് സൗണ്ട്, വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ശബ്ദങ്ങളുണ്ടായ പക്ഷികൾ വരാൻ ചാൻസ് ഇല്ല. നോ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പടക്കങ്ങളില്ല. നോ ബെൽസ് ഇല്ല. ആൻഡ് നോ ഡ്രം ബീറ്റ്സ്, അതായത് മുട്ടുന്ന ഒരു ബഹളവും അവിടെ ഇല്ല. ദ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾസ്, അതായത് വണ്ടികളെ ഓൺ പോലും അടിക്കാറില്ല. ദ വില്ലേജേഴ്സ് ഡു നോട്ട് ബ്ലോ ദ ഹോൺസ്. വൈ, അതായത് എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് ഹോണ് വരെ അടിക്കാത്തത്? ട്രീസ് ഓൺ ദ റിവർ ബാങ്ക് ബിഗൈൻ ടു ബ്ലൂം. അതായത് നദിയുടെ അരികിലുള്ള ട്രീസിലും മരങ്ങളിലും ബിഗൈൻ ടു ബ്ലൂം, അതായത് പൂക്കൾ വിരിയാനായി ആരംഭിച്ചു. ദ വില്ലേജേഴ്സ് ഗോട്ട് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ. വില്ലേജേഴ്സൊക്കെ ആ ഫെസ്റ്റിവലിനായിട്ട് തയ്യാറെടുത്തു. സമ്മർ ഈസ് ഏർലി ദ ഇയർ സെഡ് ദ വില്ലേജേഴ്സൊക്കെ പറഞ്ഞു, സമ്മർ ഈസ് ഏർലി ദ ഇയർ, ഈ വർഷം നേരത്തെയാണ് സമ്മർ വന്നിരിക്കുന്നത്. ഹൗ ഡിഡ് ദ വില്ലേജേഴ്സ് ഗെറ്റ് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ? എങ്ങനെയാണ് വില്ലേജേഴ്സൊക്കെ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് റെഡിയായത്?
അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. അങ്ങനെ ഫെസ്റ്റിവൽ സീസൺ വന്നെത്തി. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസസ്. വില്ലേജേഴ്സൊക്കെ അവരുടെ വീടുകൾ അലങ്കരിക്കാനായിട്ട് തുടങ്ങി. ടിങ്കിൾ ടാഡ് ഫെസ്റ്റൂൺസ് ഓൺ ദ ട്രീ നിയർ ഹിസ് ഹൗസ്. ടിങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പേരാണ്. ആ കുട്ടിയുടെ വീടിന് അരികിലുള്ള മരത്തിൽ ഫെസ്റ്റൂൺസ് തൂക്കി. അതായത് ഫെസ്റ്റൂൺസ് എന്ന് പറഞ്ഞാൽ അരങ്ങില്ലതാ ഈ കുട്ടീൻ്റെ കൈ കണ്ടോ, ഒരു ഉത്സവത്തിനൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഒരു അലങ്കാര വസ്തുവാണ് അത്. ടെമ്പിൾ പുട്ട് സം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഓൺ എ പ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്. ടിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ നെയിമാണ്. ആ കുട്ടി അവരുടെ വീടിൻ്റെ മുന്നിൽ ഫ്രൂട്ട്സും നട്ട്സും ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തു പക്ഷികൾക്ക് കഴിക്കാനായിട്ട്. ദേ ഹാപ്പിലി വെയിറ്റഡ് ഫോർ ദ ബേഡ്സ്. അവർ സന്തോഷപൂർവ്വം പക്ഷികളെ വെയിറ്റ് ചെയ്തു. സോ താഴെ ക്വസ്റ്റ്യനുണ്ട്. വൈ ഡിഡ് ദ ചിൽഡ്രൻ വെയിറ്റ് ഫോർ ദ ബേഡ്സ്? എന്തിനാണ് കുട്ടികൾ പക്ഷികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്? ഹൗ ഡു യു വെൽക്കം യുവർ ഗസ്റ്റ്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുക? ബേഡ്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ദ വില്ലേജ്. പക്ഷികളെല്ലാം വില്ലേജിലോട്ട് വരാനായിട്ട് തുടങ്ങി. ദേ സെറ്റ് ഓൺ ദ ട്രീ ബ്രാഞ്ചസ്. അതായത് മരത്തിൻ്റെ ചില്ലകളിലൊക്കെ പക്ഷികളെ ഇരിക്കാനായിട്ട്. ദ ഫെസ്റ്റിവൽ ബിഗൻ. ഫെസ്റ്റിവൽ ആരംഭിച്ചു. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ദ ചാറ്റർ ഓഫ് ബേഡ്സ് ഓഫ് വേരിയസ്. ഹോൾ വില്ലേജ് വാസ് ഫിൽഡ്. വില്ലേജ് നിറഞ്ഞു വിത്ത് ദ ചാറ്റർ ഓഫ് ബേഡ്സ്. ബേഡ്സുകളുടെ ശബ്ദങ്ങൾ, കലപില ശബ്ദങ്ങൾ കൊണ്ട് വില്ലേജ് ആകെ. വേരിയസ് കൈൻഡ്സ്. വ്യത്യസ്തമായ ശബ്ദങ്ങൾ കൊണ്ട് വില്ലേജ് ആകെ നിറഞ്ഞു. ഹൗ ഡസ് ദ വില്ലേജ് ലുക്ക് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ? ഫെസ്റ്റിവലിൻ്റെ സമയത്ത് എങ്ങനെയാണ് വില്ലേജ്? ചിപ്പിംഗ് ഓഫ് സ്പാരോസ്. സ്പാരോസ് എന്ന് പറഞ്ഞാൽ കുരുവി. ചിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തെയാണ്, കുരുവിയുടെ ശബ്ദം. വിസിൽ ഓഫ് മൈനാസ്. മൈനയുടെ വിസിൽ പോലത്തെ ശബ്ദം. സോങ് ഓഫ് കുക്കീസ് ബേഡ്സിൻ്റെ സോങ്സ്. The whole village was filled with the sounds of birds. വില്ലേജ് ആകെ പക്ഷികളുടെ സൗണ്ട് കൊണ്ട്, ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു. ബേഡ്സ് ഓഫ് ഓൾ സൈസ് ആൻഡ് കളേഴ്സ് ഫ്ലോ അറൗണ്ട്. പല കളറിലും പല സൈസിലുമുള്ള പക്ഷികളാകെ വില്ലേജിലാകെ പാറി. ട്രീസ് ഷവേഡ് കളർഫുൾ ഫ്ലവേഴ്സ്. മരത്തിൽ നിന്നും കളർഫുള്ളായ പൂക്കൾ ഇങ്ങനെ പെയ്യാനായിട്ട്, താഴെ വീഴാനായിട്ട് ആരംഭിച്ചു. ദ വില്ലേജ് ലുക്ക്ഡ് ലൈക്ക് എ പെയിൻറ്റഡ് പിക്ചർ. പലതരം പൂക്കളും പലതരം ബേഡ്സും പക്ഷികളും ഒക്കെ ആയിട്ട് ആ ഗ്രാമം നിറഞ്ഞ് നിന്നു. ഒരു പെയിൻറ്റഡ് ചിത്രം, ഒരു പെയിൻറ്റിങ്ങിലുള്ള ഒരു ചിത്രം പോലെ ആ വില്ലേജ് ആയി. വാട്ട് വിൽ ദ ബേഡ്സ് ഡു ദർ? ഇനി എന്താണ് ബേഡ്സ് അവിടെ ചെയ്യുക? ബേഡ്സ് എൻജോയ്ഡ് ദ ട്രീറ്റ് ഓഫ് ദ വില്ലേജേഴ്സ്. വില്ലേജുകാർ നൽകിയ ട്രീറ്റിൽ, വിരുന്നിൽ പക്ഷികളെ എൻജോയ് ചെയ്തു. ദ ബിൽഡ് നെസ്റ്റ്. ബിൽഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുകയാണ്. നെസ്റ്റ് പറഞ്ഞാൽ കിളിക്കൂട്. അവർ നെസ്റ്റ് അവിടെ ഉണ്ടാക്കി, ബിൽഡ് ചെയ്തു. ആൻഡ് ലേഡ് എഗ്സ് ഇൻ തീം. ലേഗ്ഡ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുകയാണ്. ആ കൂട്ടിലൊക്കെ പക്ഷികൾ മുട്ടയിട്ടു. വീക്സ് പാസ്ഡ്. വീക്സ് പറഞ്ഞാൽ ആഴ്ചകളൊക്കെ കഴിഞ്ഞു പോയി. ഇത് എഗ്സ് ഹാച്ച്ഡ്. മുട്ടകളൊക്കെ ഹാച്ച്ഡ് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു. മുട്ടകളെല്ലാം വിരിഞ്ഞു. ഇത് എൻഡ് ഓഫ് സമ്മർ. സമ്മറിൻ്റെ അവസാനം. ദ ബേഡ്സ് ഫ്ലൂ ബാക്ക് വിത്ത് ദെയർ ചിക്സ്. ചിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ടാണ്. അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവർ പാറി. സമ്മറിൻ്റെ അവസാനം അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് പക്ഷികൾ തിരികെ പാറിപ്പോയി. ലവ്ലി ഫെദേഴ്സ്. ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ തൂവലുകൾ. ലവ്ലി മനോഹരമായ തൂവലുകൾ. ലേ കിടന്നു. സ്പ്രെഡ് അറൗണ്ട് ദ ട്രീസ്. ട്രീൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ തൂവലുകൾ വീണ് കിടന്നു. വിൽ ദ ചിൽഡ്രൻ കളക്ട് ഫെദേഴ്സ്? കുട്ടികൾ ഇത് കളക്ട് ചെയ്യുമോ? വാട്ട് വിൽ യു ഡു ഇഫ് യു ഗെറ്റ് സം ഫെദേഴ്സ്? നിങ്ങൾക്ക് ഇങ്ങനെ തോല് കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യുക? ഓൾ ദ ബേഡ്സ് ലെഫ്റ്റ് ദ വില്ലേജ്. എല്ലാ ബേഡ്സുകളും ആ വില്ലേജ് വിട്ട് പോയി. ദ വില്ലേജ് ബിക്കം സൈലൻറ്റ് അഗൈൻ. വീണ്ടും ഒരിക്കൽ കൂടി ആ വില്ലേജ് സൈലൻ്റായി.
ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ടു കളക്ട് ദ ഫോളൻ ഫെദേഴ്സ്. ഫോളൻ എന്ന് പറഞ്ഞാൽ വീണുപോയ കുട്ടികൾ ആ വീണുപോയ തൂവലുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. വിൽ ടിങ്കിൾ ആൻഡ് ഡിംപിൾ കളക്ട് ഫെദേഴ്സ്. ടിങ്കിളും ഈ ഫെദേഴ്സൊക്കെ തൂവലൊക്കെ കളക്ട് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവർ കളക്ട് ചെയ്യുന്നുണ്ടല്ലേ, പിക്ചറിൽ കാണാൻ കഴിയും. ടിങ്കിൾ ആൻഡ് ഡിംപിൾ വെയർ കളക്ടിങ് ഫെദേഴ്സ്. അവർ ടിങ്കിളും ഡിംപിളും ഫെദേഴ്സ് കളക്ട് ചെയ്യുകയായിരുന്നു. ഹേ ടിങ്കിൾ, ലുക്ക് കം ആൻഡ് സീ ദിസ്. ടിങ്കിളിനെ വിളിച്ച് പറയാണ്, ഇവിടെ വരൂ നോക്കൂ എന്ന്. ടിംപിൾ പോയിന്റഡ് ടു എ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്. ടിംപിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു. ടു എ ഹീപ്പ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. ഓഫ് ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇലകളെ ചൂണ്ടിക്കാണിച്ചു. ദേ സിറ്റ് ഡൗൺ. അവർ രണ്ടുപേരും ഇരുന്നു. ടു ഹാവ് എ ക്ലോസർ ലുക്ക്. അവർ രണ്ടുപേരും അടുത്തു പോയിട്ട് നോക്കി. ദെയർ ഐസ് വൈഡഡ്. അതായത് അവരുടെ കണ്ണുകൾ വിരിഞ്ഞു. വാട്ട് ഡിഡ് ദേ സീ ദർ. അവരെന്തോ കണ്ടിട്ടാണ് അവരുടെ കണ്ണുകളൊക്കെ വിരിഞ്ഞത്. അവരെന്തോ കാഴ്ച കണ്ടു. എന്താ കാഴ്ച കണ്ടത് നോക്കാം. എ ഗോൾഡൻ എഗ്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു എഗ്, മുട്ടയാണ് അവർ. ദേ ഹാഡ് നെവർ സീൻ സച്ച് ആൻ എഗ് ബിഫോർ. ഇതുപോലത്തെ ഒരു മുട്ട അവർ നേരത്തെ കണ്ടതേയില്ല. ഇതിനു മുമ്പ് അവർ അങ്ങനത്തെ ഒരു മുട്ട, ഗോൾഡൻ നിറത്തിലുള്ള ഒരു മുട്ട കണ്ടിട്ടേയില്ല. ടിംപിൾ ആൻഡ് ടിങ്കിൾ ടുക്ക് ദ ഗോൾഡൻ എഗ് ടു ദിർ ഹെൻ ഹൗസ്. ടിംപിളും ടിങ്കിളും ടുക്ക് ദ ഗോൾഡൻ എഗ്. ഗോൾഡൻ കളറുള്ള മുട്ട അവർ എടുത്തു. ടു ദിർ ഹെൻ ഹൗസ്. ഹെൻ ഹൗസ് എന്ന് പറഞ്ഞാൽ കോഴിയുടെ വീടിനെയാണ്. കോഴിയുടെ വീടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ദ ഹെൻ വാസ് ബ്രൂഡിങ് ഓവർ ഇറ്റ്സ് എഗ്സ്. ബ്രൂഡിങ് ഓവർ എന്ന് പറഞ്ഞാൽ കോഴി മുട്ടയ്ക്ക് അടയിരിക്കുകയാണ്. ടിങ്കിൾ കീപ്ഡ് ദ ഗോൾഡൻ എഗ് നിയർ ദ ഹെൻ കെയർഫുള്ളി. ടിങ്കിൾ എന്താണ് ചെയ്തത്, ആ ഗോൾഡൻ എഗ് നിയർ ദ ഹെന്നിൻ്റെ കോഴിയുടെ അരികിൽ പതുക്കെ കെയർഫുള്ളി നല്ല സൂക്ഷ്മതയോടെ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു സെഡ് ഡിംപിൾ. പ്ലീസ് ടേക്ക് കെയർ, ഈ എഗ് കൂടി ടേക്ക് കെയർ സൂക്ഷിക്കണമെന്ന് സെഡ് ഡിംപിൾ കോഴിയോട് പറഞ്ഞു. ക്ലക്ക് ക്ലക്ക്, കോഴി ശബ്ദം ഉണ്ടാക്കണം, ക്ലക്ക് ക്ലക്ക് എന്ന്. ദ ഹെൻ ക്ലക്ക്ഡ് ആൻഡ് ഡ്രോ ദ എഗ് ക്ലോസ് ടു ഇറ്റ്. അതായത് കോഴി പതുക്കെ ആ മുട്ടയെ കൂടി ആ കോഴിയുടെ അരികിലോട്ട് വലിച്ചു. ദ എഗ് ഹാച്ച്, ഈ സ്വർണ്ണമുട്ട വിരിയുമോ എന്നാണ് ചോദ്യം. എവറി ഡേ ദ ചിൽഡ്രൻ വിസിറ്റഡ് ദ ഹെൻ ഹൗസ്. എവറി ഡേ, എല്ലാ ദിവസവും ആ ചിൽഡ്രൻ വന്ന് ടിങ്കിളും ഡിംപിളും വന്നിട്ട് കോഴിയുടെ വീട് വിസിറ്റ് ചെയ്തു. ദേ വെയിറ്റഡ് ഫോർ ദ എഗ്സ് ടു ഹാച്ച്ഡ്. ആ കോഴി മുട്ട വിരിയുന്നതും കാത്ത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗോൾഡൻ എഗ്. ഈ ഗോൾഡൻ എഗ്ഗിന് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം വരുന്നത്. എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ആഫ്റ്റർ സം വീക്സ്, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം, ദ ഗോൾഡൻ എഗ് ഹാച്ച്ഡ്. ആ ഗോൾഡൻ മുട്ട വിരിഞ്ഞു. എ ടീനി ചിക്കം ഔട്ട്. ഒരു കുഞ്ഞു പക്ഷി പുറത്തേക്ക് വന്നു. ഷോർട്ട് വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകാണ്. ഷോർട്ട് വിങ്സ്, ചെറിയ ചിറകുകളായിരുന്നു അതിനുണ്ടായിരുന്നത്. ആൻഡ് എ യെല്ലോ ബിഗ് എന്ന് പറഞ്ഞാൽ ചുണ്ട്. യെല്ലോ കളർ നിറത്തിലുള്ള ചുണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്, ടിങ്കിൾ ഷൗട്ടഡ് ഇൻ എൻജോയ്. ടിങ്കിൾ സന്തോഷത്തോടെ ഷൗട്ട് ചെയ്തുകൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞു, എന്തൊരു ക്യൂട്ടാണ് എന്ന്. ടിംപിൾ ടുക്ക് ഇറ്റ് ഇൻ ഹിയർ ഹാൻഡ് ആൻഡ് ഹോൾഡ് ഇറ്റ് ക്ലോസ്. ടിംപിൾ എന്താണ് ചെയ്തത്, അതിനെ കയ്യിലെടുത്തിട്ട് ക്ലോസ് അരികിലേക്ക് ചേർത്ത് പിടിച്ചു. വി വിൽ കോൾ യു ഗോൾഡി സെഡ് ടിംപിൾ. ടിംപിൾ എന്നിട്ട് പറഞ്ഞു,
വി വിൽ കോൾ യു ഗോൾഡി. ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കും. ഗോൾഡൻ കളറുള്ള മുട്ടയിൽ നിന്നാണല്ലോ വിരിഞ്ഞത്, അപ്പോൾ ഗോൾഡി എന്ന് വിളിക്കുന്ന ഡിംപിൾ പറഞ്ഞു. വിൽ ദ ഹെൻ ലുക്ക് ആഫ്റ്റർ ഗോൾഡി ടു. ആ ഹെന്ന്, ആ കോഴി ആ ഗോൾഡിയും കൂടി, ആ ഗോൾഡി ബേഡ്സിനെയും കൂടി നോക്കുമോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് ഗ്രാൻഡ് ആൻഡ് ദ ചിൽഡ്രൻ വാക്ട് ടു ദ റിവർ. ഗ്രാൻഡ് ഫാദറും ചിൽഡ്രൻസും പുഴയുടെ അടുത്ത് റിവറിൻ്റെ അടുത്തേക്ക് ദ റിവർ വാസ് സ്റ്റേറ്റ്. റിവർ വളരെ മോശമായിരുന്നു. ആൻഡ് ദ വാട്ടർ വാസ് പൊല്യൂറ്റഡ്. വാട്ടർ, നദിയിലെ വെള്ളം പൊല്യൂറ്റഡ്, മലിനീകരണമായി പെട്ടിട്ടു. വാട്ട് വിൽ ദ ഗ്രാൻഡ് ഫാദർ ടെൽ ദം അബൌട്ട് ദ റെയിൻബോ ബേഡ്സ്. ഇനി എന്താണ് ഗ്രാൻഡ് ഫാദർ റെയിൻബോ ബേഡ്സിനെ കുറിച്ച് പറയുക? ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഇൻ മൈ ചൈൽഡ്ഹുഡ്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ദ റിവർ വാസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ. നദിയിലെ വെള്ളം വെരി ക്ലീൻ, നല്ല ക്ലീൻ ആയിരുന്നു. ആൻഡ് ക്ലിയർ ആയിട്ട് നോക്കിയാൽ കാണാമായിരുന്നു. റെയിൻബോ ബേർഡ്സ് വുഡ് കം ഇൻ ഫ്ലോക്സ് ആൻഡ് സിംഗ് ഇൻ ദ. റെയിൻബോ ബേർഡ്സ് വന്നിരുന്നു. ഇൻ ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടമായി വന്നിരുന്നു. എന്നിട്ട് സിംഗ് ഇൻ ദ റിവർ, ഈ റിവറിൽ നീന്തിയിരുന്നു. നൗ ദ റിവർ ഓഫ് ഹരിതഗിരി ഈസ് ടേറ്റി. ഇന്നത്തെ അവസ്ഥ എന്താണ് പോയിട്ട്? ഭയങ്കര ടേറ്റിയാണ്, അതായത് ഭയങ്കര ബാഡാണ്, മോശമാണ് വളരെ. സോ ദ സ്റ്റോപ്പ്ഡ് വിസിറ്റിംഗ് ഓർ വില്ലേജ്. അതുകൊണ്ടാണ് അവർ ആ വില്ലേജിലേക്ക്, ഹരിതഗിരിയിലേക്ക് വരവ് സ്റ്റോപ്പ് ചെയ്തത്. വിൽ ദ റെയിൻബോ ബേർഡ്സ് കം അഗൈൻ. ഇനി വീണ്ടും റെയിൻബോ ബേർഡ്സ് തിരികെ വരുമോ? ഹൗ വിൽ ദ ബ്രിങ് ബാക്ക് ദ റെയിൻബോ ബേർഡ്സ്. എങ്ങനെയാണ് റെയിൻബോ ബേർഡ്സിനെ തിരികെ കൊണ്ടുവരിക? ദ ന്യൂസ് അബൌട്ട് ദ റെയിൻബോ ബേർഡ്സ് സ്പ്രെഡ് ഓൾ അറൗണ്ട്. ഈ റെയിൻബോ ബേർഡ്സിനെ കുറിച്ചുള്ള ന്യൂസ് ഗ്രാമത്തിലാകെ സ്പ്രെഡായി. പീപ്പിൾ കം ടു സീ ദ ബേർഡ്. ആളുകളെല്ലാവരും ഈ റെയിൻബോ ബേർഡിനെ കാണാനായിട്ട് വരാൻ തുടങ്ങി. ലെറ്റ്സ് ക്ലീൻ ദ റിവർ. നമുക്കെല്ലാവർക്കും ഈ റിവർ ക്ലീൻ ചെയ്യുക. ദ റെയിൻബോ ബേർഡ്സ് വിൽ കം അഗൈൻ. എന്നാൽ റെയിൻബോ ബേർഡ്സ് വീണ്ടും വരും. സെഡ് ദ പീപ്പിൾ എന്ന് അവിടുത്തെ ജനങ്ങൾ പറയും. വിൽ ദ വില്ലേജസ് ക്ലീൻ ദ റിവർ. അവർ ഈ റിവർ ക്ലീൻ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പിക്ചറിൽ കാണാൻ ക്ലീൻ ചെയ്യുന്ന പിക്ചറിൽ. പീപ്പിൾ സ്റ്റാർട്ട് ക്ലീനിങ് ദ റിവർ. ജനങ്ങളെല്ലാവരും റിവർ, നദി ക്ലീൻ ചെയ്യാനായി തുടങ്ങി. ദ പുൾഡ് ഔട്ട് ഓൾ ദ വീഡ്സ്. ആവശ്യമില്ലാത്ത ചെടി അത് പറിച്ചു മാറ്റി. ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ, അതും പ്ലാസ്റ്റിക് ബോട്ടിലും നീക്കം ചെയ്തു. ദ റിമൂവ്ഡ് ദ മട്ട്. ചളിയും, മട്ട് എന്ന് പറഞ്ഞാൽ ചളി, മട്ടും നീക്കം ചെയ്തു. ദ റിവർ ബിക്കം ക്ലീൻ ആസ് ബിഫോർ. റിവർ നല്ല ക്ലീനായി. ഹാവ് യു സീൻ പീപ്പിൾ ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസ്. ഡംപിങ് എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക. ആളുകൾ പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൗ കൺ വി സ്റ്റോപ്പ് ഇറ്റ്. അത് എങ്ങനെയാണ് നിർത്തിക്കുക, സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക എന്നാണ്. കുറച്ച് ഫെസ്റ്റിവൽ സീസൺ കം. അടുത്ത ഫെസ്റ്റിവൽ വന്നെത്തി. മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ് അറൈവ്ഡ്. പലതരത്തിലുള്ള ബേർഡ്സും അറൈവ്ഡ് വന്നെത്തി. ഡിംപിൾ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. ഡിംപിൾ ആകാശത്തോട്ട് നോക്കി. വിൽ ഗോൾഡീസ് മദർ കം. ഷീ തോട്ട്. അവൾ ചിന്തിച്ചു, ഗോൾഡിൻ്റെ മദർ വരുമോ എന്ന്. യു തിങ്ക് ഗോൾഡി മദർ വിൽ കം. വൈ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗോൾഡിൻ്റെ മദർ വരുമോ എന്ന്? സഡൻലി, പെട്ടെന്ന്, ടിങ്കിൾ ആൻഡ് ഡിംപിൾ സോ എ വണ്ടർഫുൾ സൈറ്റ്. ടിങ്കിളും ഡിംപിളും ഒരു വണ്ടർഫുൾ കാഴ്ച കണ്ടു. സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച കണ്ടു. ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് ഇൻ ദ സ്കൈ. ഹൺഡ്രഡ്സ് ഓഫ്, നൂറുകണക്കിന് റെയിൻബോ ബേർഡ്സുകൾ ആകാശത്തുകൂടെ. ലുക്ക് ദ ആർ കമ്മിങ്. നോക്കൂ, അവർ വരികയാണ്. ദ റെയിൻബോ ബേർഡ്സ് വരികയാണ്. ദ ചിൽഡ്രൻ ഷൗട്ടഡ് ഇൻ എൻജോയ്. ചിൽഡ്രൻസ് ഉറക്കെ പറഞ്ഞുകൊണ്ട്. ദ ബേർഡ്സ് ലാൻഡഡ് ഓൺ ദ ക്ലീൻ റിവർ ആൻഡ് സം ജോയ്ഫുള്ളി. ക്ലീനായ പുഴയിലോട്ട്, റിവറിലോട്ട് ബേർഡ്സ് ലാൻഡ് ചെയ്തു. ആൻഡ് സം ജോയ്ഫുള്ളി, നീന്തി. വിൽ ദർ ബി ഗോൾഡീസ് മദർ. ഗോൾഡീൻ്റെ മദർ അതിൽ ഉണ്ടാകുമോ? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ഇനി എന്താണ് സംഭവിക്കുക? ദ റെയിൻബോ ബേർഡ്സ് എൻജോയ്ഡ് ദ ഡേയ്സ് ഇൻ ഹരിതഗിരി. ഹരിതഗിരിയിലെ ദിവസങ്ങൾ റെയിൻബോ ബേർഡ്സ് എൻജോയ് ചെയ്തു. ദ ലേഡ് എഗ്സ്. ലേഡ് എന്ന് പറഞ്ഞാൽ മുട്ട ഇട്ടു.
ആൻഡ് ഹാഷ്ഡ് ഔട്ട് മെനി റെയിൻബോ ബേർഡ്സ്. മുട്ടകളൊക്കെ വിരിഞ്ഞ് മെനി റെയിൻബോ ബേർഡ്സ്, ഒരുപാട് റെയിൻബോ ബേർഡ്സ് ഉണ്ടായി. ദ ഫെസ്റ്റിവൽ എൻഡഡ്. ഫെസ്റ്റിവൽ എൻഡഡ്, അവസാനിച്ചു. വാട്ട് വിൽ ദ റെയിൻബോ ബേർഡ്സ് ഡു നൗ? ഇനി എന്താണ് റെയിൻബോ ബേർഡ്സ് ചെയ്യുക? അവര് പോകും. സീസൺ എൻഡഡ്, സീസൺ അവസാനിച്ചു. ദ ബേർഡ്സ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ബാക്ക്. ബേർഡ്സുകളെല്ലാം പറന്ന് തിരികെ പോയി. വൺ ഈസ് സണ്ണി ആഫ്റ്റർനൂൺ, വെയിലുള്ള ഉച്ച സമയം. ദ ഹോൾ ഫ്ലോക്ക് ഓഫ് ഗോൾഡൻ ബേർഡ്സ് ഫ്ലോ അപ്പ് ടു ദ സ്കൈ. ഗോൾഡൻ, ഒരു കൂട്ടം ഗോൾഡൻ ബേർഡ്സുകൾ ആകാശത്തിലോട്ട് പറന്നു. Their feathers shone bright in the sunlight. സൺലൈറ്റില്, സൂര്യപ്രകാശത്തില് ഫെദേഴ്സ് എന്ന തൂവലുകൾ ഷോൺ ബ്രൈറ്റ്, തിളങ്ങി. വാട്ട് വിൽ ഗോൾഡി ഡു നൗ? ഇനി ഗോൾഡി എന്ത് ചെയ്യും? ടിംപിൾ ആൻഡ് ടിങ്കിൾ വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫോർ എവേ. ടിംപിളും ടിങ്കിളും ബേർഡ്സുകൾ പറക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന്, വൺ ഓഫ് ദ ബേർഡ്സ് took a turn and flew back to them. അതിലൊരു പക്ഷി, ഒരു ബേർഡ് തിരിച്ച് took a turn, തിരികെ വന്നു. ടച്ച് ഗോൾഡി, ഗോൾഡിനെ ടച്ച് ചെയ്തു. വിത്ത് ഇറ്റ് ഈസ് വിങ്സ്, അതിന്റെ ചിറകുകൾ കൊണ്ട്. ആൻഡ് ഫ്ലൈ അപ്പ്, എന്നിട്ട് പറന്നുപോയി. ഗോൾഡീസ് ഐസ് വൈഡഡ്, ഗോളിയുടെ കണ്ണുകളാകെ വിരിഞ്ഞു. വൈ ഡിഡ് ദ റെയിൻബോ ബേർഡ് കം ബാക്ക്? എന്തിനായിരിക്കും റെയിൻബോ ബേർഡ് തിരികെ വന്നിരിക്കുക? ഗോൾഡിനെ കൊണ്ടുപോകാനായിരിക്കും അല്ലേ? ടിംപിൾ ആൻഡ് ടിങ്കിൾ വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫോർ എവേ. ടിംപിളും ടിങ്കിളും ബേർഡ്സുകൾ പറക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന്, വൺ ഓഫ് ദ ബേർഡ്സ് took a turn and flew back to them. അതിലൊരു പക്ഷി, ഒരു ബേർഡ് തിരിച്ച് took a turn, തിരികെ വന്നു. ടച്ച് ഗോൾഡി, ഗോൾഡിനെ ടച്ച് ചെയ്തു. വിത്ത് ഇറ്റ് ഈസ് വിങ്സ്, അതിന്റെ ചിറകുകൾ കൊണ്ട്. ആൻഡ് ഫ്ലൈ അപ്പ്, എന്നിട്ട് പറന്നുപോയി. ഗോൾഡീസ് ഐസ് വൈഡഡ്, ഗോളിയുടെ കണ്ണുകളാകെ വിരിഞ്ഞു. വൈ ഡിഡ് ദ റെയിൻബോ ബേർഡ് കം ബാക്ക്? എന്തിനായിരിക്കും റെയിൻബോ ബേർഡ് തിരികെ വന്നിരിക്കുക? ഗോൾഡിനെ കൊണ്ടുപോകാനായിരിക്കും അല്ലേ? സൂൺ ഗോൾഡി ഓൾസോ ഫ്ലാപ്ഡ് ഇറ്റ് ലിറ്റിൽ വിങ്സ്. ഫ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ ചിറക് അടിക്കുക. ഫ്ലാപ്ഡ് ലിറ്റിൽ വിങ്സ്, ലിറ്റിൽ ചെറിയ ചിറക് അടിച്ചു. ദ ബേർഡ്സ് ഫ്ലോ അപ്പ് ആൻഡ് ഡിസപ്പേർഡ് ഇൻ ദ സ്കൈ. ആകാശത്ത്, ഡിസപ്പേർഡ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ പറന്നുപോയി, ഡിസപ്പേർഡ് ആയി, കാണാതായി. ബൈ ഗോൾഡി, സീ യു ഇൻ ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. ഇനി നെക്സ്റ്റ് ഫെസ്റ്റിവലിനെ മീറ്റ് ചെയ്യാം, കാണാം. ദ ചിൽഡ്രൻ വേവ്ഡ് ദെയർ ഹാൻഡ്സ്. വേവ്ഡ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ വീശി കാണിച്ചു. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ കവിതയുണ്ട്, അതുകൊണ്ട് വായിച്ചിട്ട് റീഡ് ചെയ്തിട്ട് നിർത്താം. ദ സമ്മർ ബേർഡ്, വേനൽക്കാല പക്ഷി എന്നാണ്. എ ബേർഡ് ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ഒരു ബേർഡ് ഉയരത്തിൽ പറക്കുകയാണ് സ്കൈയില്, ആകാശത്ത്. സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിങ്സ് സോ ഫ്രീ. ട്രീയിൽ ഇരുന്നു കൊണ്ട് ഫ്രീ ആയിട്ട് സോങ് പാടുകയാണ്.